നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആനൽ ഫിഷറിനെ കുറിച്ചാണ്. ആനൽ റീജിയനിൽ മലം പോകുന്ന സമയത്ത് ചെറിയൊരു പൊട്ടൽ വരുന്നതിനാണ് ആനൽ ഫിഷർ എന്ന് പറയുന്നത്. ഇത് വേദനയോട് കൂടിയുള്ള ഒരു പൊട്ടലായിരിക്കും. ഇതിൽ ആനൽ ലൈനിങ്ങിനാണ് ടിയർ വരുന്നത്, അതുകൊണ്ട് തന്നെ അത് പെയിൻഫുൾ ആയിരിക്കും. സാധാരണയായിട്ട് വേദനയും അതുപോലെ തന്നെ ചെറുതായിട്ട് ബ്ലഡ് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഈ ആനൽ ടിയറിൻ്റെ സമയത്ത്, അതായത് ഒന്നെങ്കിൽ വയറ്റൊന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ആനൽ ഫിഷറിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് കോൺസ്റ്റിപ്പേഷനാണ്. വയറ്റൊന്ന് പോവാതെ ടൈറ്റായിട്ട് കിടക്കുന്ന മലം പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൽ. ചില സമയത്ത് ഡയറിയ, വയറിളകിപ്പോയി കുറേ ടൈം പോകുമ്പോഴും ഇതുപോലെ തന്നെ ഫിഷർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആനൽ റീജിയനിൽ ആനൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ആനൽ റീജിയനിൽ എന്തെങ്കിലും ട്രോമ വരുന്നത് കൊണ്ടും ഒക്കെ ആനൽ ഫിഷർ വരാറുണ്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ ചൈൽഡ് ബർത്തും ഒക്കെ കൊണ്ടും ഈ ആനൽ ഫിഷർ വരാറുണ്ട്. ആനൽ ഫിഷറിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം ഭയങ്കര തീവ്രമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള കീറിയ മുറിവ് പോലെയുള്ള ഒരു വേദനയാണ്. അത് കുറച്ച് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പിറ്റേ ദിവസം വയറ്റുന്നു പോകുമ്പോഴൊക്കെ ആയിരിക്കും വീണ്ടും പെയിൻ വരുന്നത്. സാധാരണ ബ്രൈറ്റ് റെഡ് കളർ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് ആയിരിക്കും കാണിക്കുക. അത് ഒന്നെങ്കിൽ മലത്തിൻ്റെ കൂടെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കഴുകി കഴിഞ്ഞ് ടോയ്ലറ്റ് ടിഷ്യൂ കൊണ്ട് വൈപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ ചെറുതായിട്ട് ഒരു ബ്ലീഡിങ് അതിൽ കാണിക്കാം. ചില സമയങ്ങളിൽ ആ ടിയറിൻ്റെ അടുത്ത് നമുക്കൊരു സ്കിൻ ടാഗ് പോലെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ആനൽ റീജിയണിൻ്റെ ചുറ്റുഭാഗമായിട്ട് ചൊറിച്ചിലുണ്ടാവുന്നതും അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നതും ആനൽ ഫിഷറിൻ്റെ ഒരു സിംറ്റമാണ്. സാധാരണയായിട്ട് ആനൽ ഫിഷറിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നോർമലി താനെ ഹീൽ ചെയ്ത് പോയിക്കോളും. വളരെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ 6 ആഴ്ചകളോളം ഒക്കെ നീണ്ടു നിൽക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാവുന്ന ആളുകൾക്കാണ് അങ്ങനെ വരാറ്. കൂടുതലും ആനൽ ഫിഷർ കാണിക്കുക കുട്ടികളിലാണ്. മെയിനായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാനുള്ള ഡയറ്ററി ചേഞ്ചസ് എന്തൊക്കെയാണോ വരുത്താൻ പറ്റുന്നത് അത് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാത്ത് ചെയ്യാം, അതായത് വെള്ളം പിടിച്ചു വെച്ചിട്ട് അതിൽ മരുന്നുകളൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് നേരം ഇരിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അത് ചെയ്യാം. മെഡിക്കേഷനായിട്ട് ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആനൽ റീജിയൻ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ടും ഫിഷർ ഉണ്ടാകുന്ന സമയത്ത് വെക്കണം. താങ്ക് യു.